വെൽക്കം ടു കളബില കപ്പൽ. ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ന്യൂ ഇയർ സംബന്ധമായി നമ്മൾ ചെറിയൊരു ഔട്ടിങ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ട വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. എൻ്റെ അനിയത്തി, എൻ്റെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടെ താമസിക്കുന്ന എൻ്റെ അഞ്ജിതയും അവരുടെ ഫാമിലി എല്ലാവരും കൂടിയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ നേരെ പോയത് ബർമിംഗ്ഹാമിലേക്കാണ്. അവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി നേരെ കാണുന്നത് ഒരു വലിയ ബുള്ളായിരുന്നു. ബുള്ളിനെ അവരൊരു മെറ്റൽ ടൈപ്പ് എന്തോ വെച്ചിട്ട് ഉണ്ടാക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ബുള്ളിൻ്റെ തലയിൽ കാട് നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് അതൊക്കെ കണ്ടു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വൈകിട്ടോടുകൂടിയൊക്കെയാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വിൻ്റർ സീസൺ ആയപ്പോഴത്തേനും വൈകിട്ട് നമ്മൾ ഇരുട്ടും പെട്ടെന്ന് തന്നെ ഇരുട്ടാൻ തുടങ്ങും. അപ്പോൾ അതാണ് നൈറ്റ് ടൈം പോലെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. ബർമിംഗ്ഹാം ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിൽ എല്ലാ മെയിൻ സെൻറ്റേഴ്സിലും ക്രിസ്മസ് മാർക്കറ്റ്സ് വരും. അത് ഒരു കാഴ്ച തന്നെയാണ് കാണാനായിട്ട്. ഒരുപാട് ഷോപ്സ് വരും, ഒരുപാട് പല വെറൈറ്റി ഫുഡ്സ്, അതുപോലെ തന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഞങ്ങൾ പതിയെ ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഇതൊക്കെ കണ്ട് നല്ല കാഴ്ചകളായിരുന്നു. കാരണം ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം, അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ലൈറ്റിങ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കും കളിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെയിൻ ഒരു സെൻറ്ററിൽ എത്തിയപ്പോഴത്തേനും ഞങ്ങൾ ടി വിയിലൊക്കെ മാത്രം കണ്ട് ഇരുന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ടി വിയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ. അപ്പം ഞങ്ങൾക്ക് അതിലൊന്ന് കയറണം തോന്നി, ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിലൊന്ന് കയറണം തോന്നി. ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് അതിലേക്ക് കയറുന്നത്. ഞാൻ നേരെ കുതിരയിലാണ് സീറ്റ് പിടിച്ചത്. എൻ്റെ അനിയത്തി സാൻഡ്രയും ഹസ്ബൻഡും എൻ്റെ മോനും മാത്രം ഒരു സീറ്റ് പോലെ ഇരിക്കുന്ന ഒരു റിക്ഷ പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അവിടെയാണ് ഇരുന്നത്. അവർക്ക് പേടി കൊണ്ടാണോ എന്താണോ എനിക്കറിയില്ല, അവർ കുതിരപ്പുറത്ത് കയറിയില്ല. ഞങ്ങൾ എല്ലാവരും കുതിരപ്പുറത്ത് കയറി. ഞങ്ങൾ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അതിൽ പോകാനായിട്ട് നല്ല രസമായിരുന്നു. എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് അവർക്ക് ഒരു മെയിൻ സെൻറ്റർ കണ്ടു. കാരണം ബിയറിൻ്റെയൊക്കെ ഒരു വലിയൊരു ഹ്യൂജ് എല്ലാ സ്ഥലത്തും ഓരോ കടകളൊക്കെ ഉണ്ടാവും. ഒരു ഷോപ്പായിട്ട് അവർ സെറ്റ് ചെയ്തെടുക്കുവാണ്. അവിടെ ഒരു മെയിൻ സ്ട്രീറ്റിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ബിയറിൻ്റെ മെയിൻ സ്ഥലത്ത് എത്തിയപ്പോഴത്തേന് ആൾക്കാർക്ക് ബിയർ കുടിക്കാൻ തോന്നി. അങ്ങനെ അവർ ബിയർ വാങ്ങിച്ചു. വലിയൊരു ഗ്ലാസ്സിലാണ് ബിയർ കിട്ടുന്നത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ കൂടെ പൈസ നമ്മളവിടെ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ബിയർ അവർ തരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് നമ്മൾ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ആ പൈസ നമ്മൾക്ക് റീഫണ്ട് ചെയ്യുള്ളൂ. അങ്ങനെ അവർ ബിയറൊക്കെ അടിച്ചു. സന്തോഷമായിട്ട് നമ്മൾ നേരെ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ജയൻറ്റ് വീല് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ റോളർ കോസ്റ്റർ പോലത്തെ സാധനങ്ങൾ, പിന്നെ ഈ വിഗാലാൻഡിൽ കാണുന്ന പോലെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയത് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി കയറിയത് ഒരു സ്വിങ് പോലത്തെ ഒരു ഊഞ്ഞാല് പോലത്തെ ഒരു സംഭവം നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും. എനിക്ക് നല്ല പേടിയായിട്ടു ഗൈസ്. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. താഴോട്ടൊക്കെ നോക്കി എല്ലാവരും ഇരിക്കുമായിരുന്നു. ഞാൻ മാത്രം കണ്ണടച്ച് കരച്ചിലായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് മുകളിലേക്കാണ് പോകുന്നത്. അതായത് എല്ലാ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ, അതായത് ഈ ജയൻറ്റ് വീലിൻ്റെ മുകളിലേക്ക് അത്രയും ടോപ്പ് വരെ നമ്മൾ എത്തിയിട്ട് താഴേക്ക് കൊണ്ടുവന്ന് ഇത് ഫുള്ളിങ്ങനെ ഇട്ട് കറക്കും. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ വീഡിയോ എടുക്കല്ലേ, ഞാൻ കരച്ചിലായിരുന്നു, എനിക്ക് നാണമായി. കാരണം ഹസ്ബൻഡിന് വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ടോപ്പിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിയത് ജയൻറ്റ് വീലായിരുന്നു. ജയൻറ്റ് വീൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.